ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫോട്ടോഷൂട്ട് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഓഗസ്റ്റ് 25-ന് അക്കുവിന് 2 മാസം തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഓൺ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച എക്സാം ഉണ്ട്. അപ്പോൾ അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓണം ഷോപ്പിങ്ങിന് പോയ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന സംഭവമാണ്. ഫോട്ടോഷൂട്ടിൻ്റെ അല്ല കേട്ടോ, തൊട്ട് ചെറുതായിട്ടൊന്ന് പണി തന്നെയാണ്. 2-3 ദിവസം മുന്നേ ഞങ്ങളുടെ ക്ലോക്കിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇത് ശരിയാക്കി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാറ്ററി അടിച്ചു പോയി. നമ്മൾ കടയിൽ നിന്ന് പുതിയ ബാറ്ററി ഒക്കെ വാങ്ങി, അതിനിട്ട് ക്ലോക്ക് ഓക്കെ ആയി. അപ്പോൾ ക്ലോക്കിൻ്റെ പഴയ ബാറ്ററി അമ്മ ഊരി റൂമിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചുട്ടും അത് സാഹസികമായ ബാറ്ററി അടിച്ചു മാറ്റി കൊണ്ടുവന്ന് നമ്മുടെ വാതിൽ ലോക്ക് ചെയ്യുന്ന ഹോൾസ് ഉണ്ടല്ലോ അതിനകത്ത് കൊണ്ടിട്ടു. ഇത് എപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. ആരും ഇവനിത് എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് കൊണ്ടിരുന്നത് കണ്ടിട്ടുമില്ല. അങ്ങനെ നമുക്ക് വാതിൽ ലോക്ക് ചെയ്യാൻ പറ്റാതെ ഭയങ്കര പ്രശ്നമായി. നമ്മൾ അവസാനം ചുറ്റികയൊക്കെ എടുത്ത് അടിച്ച് നമ്മൾ ബാറ്ററിനെ അതിനകത്തോട്ട് കയറ്റി ബാറ്ററിക്കകത്തൊരു ഹോൾസ് ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മളിപ്പോൾ വാതിൽ ലോക്ക് ചെയ്യുന്നത്. നമുക്ക് ഫോട്ടോഷൂട്ടിന് കുറേ വെറൈറ്റി തീംസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ നമ്മൾ യൂട്യൂബിലും പിൻട്രസ്റ്റിലൊക്കെ കുറേ നോക്കി. പക്ഷേ ഒന്നും നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനകത്തുള്ളതൊക്കെ കാണാൻ. നമ്മുടെ കയ്യിൽ അതിനകത്ത് ആവശ്യമായ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോഴാണ് നമുക്ക് ടുട്ടുവിന് ഫോട്ടോ എടുത്ത ഒരു തീം റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ വന്നത്. ടുട്ടുവിൻ്റെ 8-ാം മാസത്തിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു നാച്ചുറലിസ്റ്റിക് ആയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് അക്കൂട്ടൻ്റെ 2nd മന്തിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ്, റോഡിന് ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു പൂവുണ്ട്. ഇതിനെ ഹനുമാൻ കിരീടം എന്നാണ് നോർമൽ എല്ലായിടത്തും പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി വേറെ എന്തെങ്കിലും പേരുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. അവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല പുല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ, അതിനകത്ത് എന്തെങ്കിലും ചാടി വരുമോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ നമ്മൾ 2 എണ്ണേ പറിച്ചുള്ളൂ, കാരണം അധികം പറിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ വേസ്റ്റ് ആയിപ്പോവും. പിന്നെ അവിടെ തന്നെ ഒരു ഇരുമ്പ് പണിശാലയുണ്ട്. അപ്പോൾ താഴത്തെ തോട്ടിലോട്ട് അതിൻ്റെ നടുക്ക് കൂടിയാണ് വെള്ളം പോകുന്നത്. അവിടെ മുന്നേ അത്ര വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം നല്ല വൃത്തിയൊക്കെ ആയി. അങ്ങനെ ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പൂവൊക്കെ പറിച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോഴായിരുന്നു അമ്മമ്മ അവിടെ അതിസാഹസികമായി കപ്പളങ്ങ പറിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു മരം ഉണ്ടായിരുന്നു, അതിൻ്റെ ഇതൊക്കെ കൊത്തി കളഞ്ഞ് ഗായത്രി ആൻറ്റിയും എന്നിട്ട് കപ്പളങ്ങയൊക്കെ പറിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ഇല കൊണ്ടാണ് നമ്മൾ 2 എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അത് കണ്ട ഈ പുളിയുടെ ഇലയൊക്കെ പോലെ ഇരിക്കും. ഈ മരത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് മനസ്സിലായവരുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഞാനായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്നെ ആര് വീഡിയോയിൽ എടുക്കും എന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അമ്മമ്മ കപ്പളങ്ങ പറിക്കുന്നുണ്ട്. പിന്നെ അമ്മമ്മേനെ ഞാനൊരു പൊസിഷനിൽ നിർത്തിയിട്ട് പറഞ്ഞു, അനങ്ങുക വേണ്ട, എന്നെ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മതി, കറക്റ്റായിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് അവസാനം ഞാൻ അതിൻ്റെ ഒരു 5-6 ഇലയൊക്കെ പറിച്ചെടുത്തു. ആദ്യം ഞാൻ വേറൊരു ഇലയായിരുന്നു പറിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മമ്മയാണ് പറഞ്ഞത് അതല്ല ഈ ഇലയാണെന്ന്. അങ്ങനെ നമ്മൾ അതൊക്കെ പറിച്ചു വീട്ടിലോട്ട് പോയി. എന്നിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് എടുത്തു കേട്ടോ. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പിനകത്ത് ഒരു വീഡിയോൻ്റെ 20 ക്ലിപ്സ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വേറെയും കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് സേവ് ചെയ്ത് 2ാമത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇത് എൻഡ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ കൊടുത്തത്. പിന്നെ ഭയങ്കര ലെങ്ത് ആവുന്ന സമയത്ത് ഇത് സ്റ്റോറേജ് നിറഞ്ഞിട്ട് സേവ് ആവുന്നുമില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറേ പഠിക്കാനുണ്ട്. ബുക്ക് തുറന്നാൽ കിളി പോകുന്ന അവസ്ഥയായതുകൊണ്ട് നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് സാറ്റർഡേ ആണ്, ഞങ്ങൾക്ക് മൺഡേ ഫിസിക്സിൻ്റെ എക്സാമാണ്. അതിൻ്റെ പിറ്റേ ദിവസം കെമിസ്ട്രിയും ബയോളജിയാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഫിസിക്സ് പഠിച്ച് കിളി പോയതുകൊണ്ട് കുറച്ച് നേരം ബയോളജി പഠിക്കാമെന്ന്. അങ്ങനെ കുറച്ച് ബയോളജിയൊക്കെ പഠിച്ച് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മത്തിക്കറിയും അതേപോലെ മത്തി വറുത്തതും പിന്നെ പയറ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് അക്കുവിന് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഈ ഒരു ഗോൾഡൻ യെല്ലോയും വൈറ്റും കോമ്പിനേഷൻ വരുന്നത് നമ്മൾ ഓണം ഷോപ്പിങ്ങിന് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡ്രസ്സ്. നമ്മൾ അവൻ്റെ 1st മന്തിൽ ഇതിൻ്റെ ഒരു പിങ്ക് ആയിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റ് ഡ്രസ്സുകൾ ഇടുന്നതിനേക്കാളും ഇങ്ങനത്തെ ഡ്രസ്സുകൾ അവന് കുറച്ചും കൂടെ നന്നായിട്ട് ചേരുന്നുണ്ട്. ഈ ഒരു പാവ ടുട്ടുവിൻ്റെയോ അക്കുവിൻ്റെയോ ആർക്കും ഒരാൾക്ക് ഡ്രസ്സ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. നല്ല രസമുണ്ടായിരുന്നു. അവർക്കാർക്കും വേണ്ടാത്തതുകൊണ്ട് ഞാനിതങ്ങ് അടിച്ചു മാറ്റി. പിന്നെ ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ഇവളുടെ പേര് എനിക്ക് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ചോട്ടാബീൻ്റെ കൂടെ പോവിക്കത്തുണ്ടാകുന്ന കൊച്ചാണ്. അപ്പോൾ എൻ്റെ പഴയ കളറിംഗ് ബുക്കിൽ ഞാൻ മനോഹരമായി കളർ വെച്ച് കൊടുത്തൊരു പടമായിരുന്നു. ഞാനതങ്ങ് വെട്ടിയെടുത്ത് വെറുതെ ഒരു സുഖത്തിനെ എടുത്ത് എൻ്റെ റൂമിനകത്ത് ഒട്ടിച്ച് വെച്ചു, സ്വിച്ച് ബോർഡിൻ്റെ മേളിൽ.
പിന്നെ ടുട്ടൂന് വാങ്ങിയ മിക്ക കളിപ്പാട്ടും അവൻ അപ്പം തന്നെ നശിപ്പിച്ച് കളയും. അവന് വാങ്ങിയതിൽ കുറച്ചെങ്കിലും മര്യാദയ്ക്കുണ്ടെന്ന് പറയാനുള്ളൊരു കളിപ്പാട്ടാണ് ആ ഒരു കിലുക്കി. അതവന് 5-6 മാസം എങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങിയതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കര സൂക്ഷ്മതയായതുകൊണ്ട് വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ അവൻ അത് പൊട്ടിച്ച് കളയും. പിന്നെ അമ്മ എന്നോട് അക്കൂട്ടനെ ഒരുക്കാൻ വേണ്ടി ബഡ്സ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ബഡ്സൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ TV റൂമിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അവിടെ ആകുമ്പോൾ കുറച്ച് നാച്ചുറൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഫോട്ടോസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നല്ല ഭംഗിയിൽ കിട്ടും. അങ്ങനെ ഷെൽഫിൻ്റെ മുകളിൽ പോയിട്ട് ഞാൻ ബ്ലാങ്കറ്റും അതേപോലെ തന്നെ അത് വിരിക്കാനുള്ള ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് പോയിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എന്നെ കാണിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ അമ്മ അക്കൂട്ടന് പാൽ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മുടെ ട്രൈപ്പോട്ടൊക്കെ ഭയങ്കര ദരിദ്രം പിടിച്ച അവസ്ഥയിലാണിപ്പോൾ. അങ്ങനെ നമ്മൾ മേശേനെ അവിടെ ചാരി വെച്ച് ഞാൻ തൂക്കുന്ന വീഡിയോ എടുത്തു. ഈ ഒരു മൊത്തം വീഡിയോ 20 ക്ലിപ്പ് വരുമ്പോൾ ഏകദേശം 12-13 മിനിറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞു ഇൻറ്റേർണൽ സ്റ്റോറേജ് നിറഞ്ഞു എന്ന് പറഞ്ഞത് സേവ് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ലെങ്ത്ത് കുറച്ച് 8 മിനിറ്റുകളിലേക്ക് ആക്കിയിരിക്കുകയാണ്. 8.35 24 അങ്ങനെ എന്തോ ആണ് ഈ ഒരു വീഡിയോ ഉള്ളത്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ സ്പീഡും കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ഷോർട്ടായിട്ടത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി പായ ഡബിളാക്കി മടക്കി അവിടെ വിരിച്ചു. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ അക്കൂട്ടൻ്റെ ബ്ലാങ്കറ്റ് വിരിച്ചു. അത് ആക്ച്വലി ടുട്ടു കുഞ്ഞായിരിക്കുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു ബ്ലാങ്കറ്റാണ് കേട്ടോ. പക്ഷെ അവൻ വലുതായിട്ട് ഇത്രയും നാളും അവൻ ആ ബ്ലാങ്കറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല. അവന് ഭയങ്കര ചൂട് കൂടുതലായിരുന്നു. പക്ഷെ അക്കൂട്ടന് ഭയങ്കര തണുപ്പ് കൂടുതലാണ്. അതുകൊണ്ട് അക്കൂട്ടനാണ് ആ ഒരു ബ്ലാങ്കറ്റ് കംപ്ലീറ്റ്ലി ഉപകാരപ്പെട്ടത്. അങ്ങനെ ഞാൻ ആ ഇലയൊക്കെ അവിടെ ഇരുന്ന് ഇരിയാന്നാണ് ഇവിടെയൊക്കെ പറയാറുള്ളത്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറിച്ചെടുത്ത് നമ്മളത് ഒരു സൈഡിലേക്ക് വെച്ചു. എന്നിട്ട് ആ ഷീറ്റ് ഞാൻ വിരിച്ചിട്ടുണ്ടായിരുന്നു ഡബിളാക്കിയിട്ട്. ഇത് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമായിട്ടുള്ള ഫ്ലവർ ക്ലോ ക്ലിപ്പാണ്. ഇത് വാങ്ങണമെന്ന് ആഗ്രഹമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഓണത്തിന് ഷോപ്പിങ്ങിന് പോയിട്ട് അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങാനായിട്ട് ഫാൻസി കയറിയപ്പോൾ അവിടെ ഇത് ഇരിക്കുന്നുണ്ടായിരുന്നു. 15 രൂപയും 12 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിയതിനേക്കാളും അമ്മ വാങ്ങിയ ക്ലിപ്പാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് പിന്നെ പണ്ടേ ഭയങ്കര സെലക്ഷനുകളുണ്ട്. അമ്മ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ക്ലിപ്പ് എടുത്തിയാണ്. 2 സൈഡും വേറെ വേറെ കളർ വരുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷീറ്റ് അതിൻ്റെ മേളിൽ കൂടെ മടക്കി വിരിച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ 2 എഴുതി സെറ്റ് ചെയ്തു. പിന്നെ ഈ ഹനുമാൻ കിരീടം ഇത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ അവിടെ വെക്കും എന്നൊക്കെ കുറേ ആലോചിച്ചു. അത് നേരെ വെച്ചപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മ വന്നു, അമ്മയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു നമ്മളിതിങ്ങനെ സ്വസ്ഥമായി പറിച്ചെടുക്കരുത്, അങ്ങനെ വലിച്ച് പറിച്ചങ്ങ് എടുക്കണമെന്ന്. സ്പീഡ് കൂട്ടിയാണ് ഇത്രയും സ്പീഡിൽ വലിച്ചെടുക്കുന്നത് തോന്നുന്നത്. ആക്ച്വലി ഞാനത് പയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാം കൂടെ വലിച്ച് പറിച്ചെടുത്തു. എന്നിട്ടും കുറേ നേരം ആലോചിച്ചു ഇതെന്ത് ചെയ്യുന്നു. അങ്ങനെ ഞാനതൊരു ബൊക്കറ്റ് പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആക്കി അമ്മേൻ്റെ അടുത്ത് കൊടുത്തു. എന്നിട്ട് ഒരു മഞ്ഞ റിബൺ ഉണ്ടായിരുന്നു, അത് വെച്ച് സെക്യൂർ ചെയ്യാമെന്ന് വെച്ചു. അത് വെച്ച് കെട്ടിയപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. പകുതി എടുത്ത് നിലത്ത് വീണു. എന്ത് ചെയ്യാൻ, എൻ്റെ ഒരു അപാര ക്രിയേറ്റിവിറ്റി വിടുവോ. അങ്ങനെ നമ്മുടെ നെസ്കഫേയുടെ കാപ്പിപ്പൊടിയുടെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പിക്കകത്തോട്ട് നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് കൂടെ ബോഗ് ഇട്ടിട്ട് അതവിടെ വെച്ചു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.